Hi, Makalai. Welcome back to Xylem Learning. Here is a man. Your man behind your success. It's me, Ashik sir. Just blast. So, മക്കളെ എല്ലാവരും എന്താണ് ആനുവൽ എക്സാം എഴുതാൻ വേണ്ടി നല്ല അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കും. സോ നിങ്ങൾക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിൽ വരാൻ പോകുന്ന ഒരു ചോദ്യമാണ് നിങ്ങൾക്ക് ഇന്ന് സാറ് പഠിപ്പിച്ചു തരാൻ പോകുന്നത്. സോ അത് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ മക്കൾക്കൊക്കെ എന്താണ് അടിപൊളിയായിട്ടുള്ള ഒരു സർപ്രൈസ് നമ്മുടെ സൈലം ഒരുക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് 5ാം ക്ലാസ്സിൽ പ്രിറ്റി ബാച്ച് ഉള്ളതുപോലെ 6ാം ക്ലാസ്സിലേക്ക് നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് കിടിലനായിട്ടുള്ള വജ്ര ബാച്ച് സൈലം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, സോ ഈ വജ്ര ബാച്ചിന്റെ പ്രത്യേകത എന്താ? നിങ്ങൾക്ക് ലൈവായിട്ടുള്ള ക്ലാസ് ഉണ്ടായിരിക്കും, റെക്കോർഡ് സെഷൻസ് ഉണ്ടായിരിക്കും, ആൻഡ് ഓഫ് കോഴ്സ് എന്താണ്, നിങ്ങൾക്ക് ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള എക്സാംസ് നടത്തും. പിന്നെ നിങ്ങൾക്ക് ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇതിലൊരു കമ്മ്യൂണിറ്റി ഉണ്ടാവും. ഓക്കെ, ഈ നിങ്ങൾക്ക് സൈലത്തിന്റെ ആപ്പിൽ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാവും. ആ കമ്മ്യൂണിറ്റിയിൽ വന്ന് നിങ്ങൾക്ക് ഏത് സമയത്തും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡൗട്ട് അവിടെ എഴുതിയിടാം. സോ നിങ്ങളുടെ ടീച്ചേഴ്സ് എന്ത് ചെയ്യും, അതിന് റെസ്പോണ്ട് ചെയ്യും. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, സോ ഇതാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് ആനുവൽ എക്സാമിന് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ടേബിൾ. ബേസിക്കലി എന്താണ്, പദ്ധതി തരും, ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്, വകുപ്പാണ് അത് നിർവഹിക്കുന്നത്. ഈ ചോദ്യം എന്താണ്, നല്ല പ്രോ ലെവൽ ചോദ്യം വരും. അപ്പം എൻ്റെ മക്കൾ എന്ത് ചെയ്തോ, പഠിച്ച് സെറ്റായി വെച്ചോ, സ്റ്റാർ ഇട്ട് വെച്ച് പഠിച്ചോ, നല്ല സ്റ്റാർ ഇട്ട് വെച്ച് പഠിച്ചോ. സോ ഇനി ഞാൻ ഒഴുകട്ടെ. എന്താണ് ഇനി ഞാൻ ഒഴുകട്ടെ? ഇതേത് പിന്നെ ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ ഒരു കാര്യം നിർവഹിക്കുന്നത്? ആരാണ്? ഹരിത കേരള മിഷനാണ്. ഹരിത കേരള മിഷനാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഇനി ഞാൻ ഒഴുകട്ടെ എന്നുള്ള പദ്ധതി നടപ്പിലാക്കുന്നത്. സെറ്റാണോ എൻ്റെ മക്കൾ? ഇപ്പൊ തന്നെ പഠിച്ച് സെറ്റായി പോക്കോട്ടോ. നെക്സ്റ്റ് എന്താണ്? മാലിന്യമുക്ത നവകേരളം. ഏതാണ്? മാലിന്യമുക്ത നവകേരളം. ഓക്കെ, ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ആരാണ്? തദ്ദേശ സ്വയംഭരണ വകുപ്പ് അഥവാ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആണ്. ഓക്കെ, ഏതാണ്? മാലിന്യമുക്ത നവകേരളം. അപ്പൊ എൻ്റെ മക്കൾക്ക് ഇതെങ്ങനെ ഓർത്തു വെക്കാൻ പറ്റും? സിമ്പിൾ ആയിട്ട് നിങ്ങൾ ആലോചിച്ച് വെക്കാം. നമ്മളെയൊക്കെ വീട്ടിൽ നിന്നാണ് പഞ്ചായത്തിൽ നിന്നൊക്കെ ആളുകൾ വന്നിട്ട് എന്ത് ചെയ്യും, മാലിന്യവും വേസ്റ്റുകളൊക്കെ എടുത്തു പോകുന്നില്ലേ? അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിമ്പിൾ ആയിട്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പാണ് അതെന്ന് ആലോചിച്ച് വെക്കാൻ പറ്റും. ഓക്കെ ആണല്ലോ. പിന്നെന്താണ്? തെളിനീരൊഴുകും നവകേരളം. അതും സെയിം ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. അതാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, അതും ചെയ്യുന്നത്. സെറ്റ് ആണല്ലോ. ഇനി ലാസ്റ്റ് ഒന്നുണ്ട്. ഓക്കെ, അതൊരു ഹിന്ദി വേർഡൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ, കുറച്ചുകൂടി സ്റ്റൈലൻ വേർഡൊക്കെ. എന്താണ്? ജൽ ജീവൻ മിഷൻ. ഓക്കെ, ജൽ ജീവൻ മിഷൻ. സോ ഇത് നടപ്പിലാക്കുന്ന ആരാണ്? കേന്ദ്ര സർക്കാരാണ്. ഓക്കെ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ്. അതെന്റെ മക്കൾ എന്ത് ചെയ്യാം, അടിപൊളിയായിട്ട് പഠിച്ചിരിക്കുക. ഓക്കെ, അപ്പൊ ഈ 4 എന്ത് ചെയ്യാ, ഷുവർ ആയിട്ട് പഠിച്ച് സെറ്റായിട്ട് വെച്ചോ. ഇത് നിങ്ങൾക്ക് ചോദിക്കുക എങ്ങനെയാണ്? മാച്ച് ദ ഫോളോവിങ് ആയിട്ട് ചോദിക്കും. ഓക്കെ, മാച്ച് ദ ഫോളോവിങ് ആയിട്ട് ചേരും പടി ചേർക്കാനാണ് ചോദിക്കുക. ഓക്കെ, മാച്ച് ദ ഫോളോവിങ്, ചേരും പടി ചേർക്കാൻ ചോദിക്കും. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഇതാ ഫോർ എക്സാമ്പിൾ ഇനി ഞാൻ ഒഴുകട്ടെ തരും. എന്നിട്ട് എന്ത് ചെയ്യും, ഹരിത കേരള മിഷൻ എന്ത് ചെയ്യും, തരില്ല. ഓക്കെ, പിന്നെന്താണ്, ഇവിടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് തരാം. പിന്നെ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാം, വേറെ ഏതാണ് ആ പദ്ധതി എന്ന് കൊടുക്കാം. ഓക്കെ, പിന്നെന്താണ്, ഇപ്പൊ ജലജീവ മിഷൻ തരും. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യും, ബ്ലാങ്ക് ആയിട്ട് ഇടും. അത് നമ്മൾ പൂരിപ്പിക്കണം. മനസ്സിലായോ? ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ എൻ്റെ മക്കൾ എന്ത് ചെയ്യണം, പൊളിയായിട്ട് ആൻസർ ചെയ്യണം. ഓക്കെ, താങ്ക് യു സോ മച്ച്. യുവർ ക്ലാസ് ഈസ് ഓവർ, ബട്ട് ദ റോർ ഓഫ് ലേണിംഗ് നെവർ എൻഡ്സ്. ദിസ് ഈസ് യുവർ മാൻ ആഷിക് സർ, ജസ്റ്റ് സൈനിങ് ഓഫ്. താങ്ക് യു.